ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത്. അവർ അടുത്ത 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും. നമ്മളിത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും. സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, അർജന്റീന ടീമുമായി കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ പറയാൻ കഴിയും. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളൊക്കെ എഴുതി. മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. കെ ജി കമലേഷിന്റെ വിവരങ്ങളുമായി. കമലേഷ്, മെസ്സി, അർജന്റീന എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിനൊരു വികാരമാണ്. അതുകൊണ്ട് തന്നെ കായിക പ്രേമികളെ സംബന്ധിച്ച്, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. അറിയേണ്ട കാര്യങ്ങൾ എപ്പോഴായിരിക്കും മത്സരം നടക്കുക, എവിടെയായിരിക്കും വേദി, ആരായിരിക്കും അർജന്റീനയോട് ഏറ്റുമുട്ടുക എന്നൊക്കെ ആയിരിക്കും. എന്താണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ? ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നമ്മൾ അർജന്റീന ടീം അടുത്ത വർഷം കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഉയർന്ന ആകാംക്ഷ മെസ്സി കൂടി വരുമോ എന്നതാണ്. പക്ഷേ ലയണൽ മെസ്സി കൂടി വരും എന്നുള്ളതാണ് ഇപ്പോൾ കായിക മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അത് ഏറ്റവും വലിയ രീതിയിൽ കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൊച്ചിയിലായിരിക്കും മത്സരം എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എതിർ ടീം ഒരുപക്ഷെ ഏഷ്യയിലെ പ്രമുഖരായ ഏതെങ്കിലും ടീമായിരിക്കും. ജപ്പാനെ പോലുള്ള, ഖത്തറിനെ പോലുള്ള ഏതെങ്കിലും ടീമായിരിക്കും മത്സരം. ഫിഫ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് സ്റ്റേഡിയത്തിന്റെ പരിശോധനയൊക്കെ നടത്തും. നേരത്തെ മഞ്ചേരിയിൽ ഈ മത്സരം നടത്തും, മലപ്പുറത്ത് മത്സരം നടത്തും. ഫുട്ബോളിന്റെ ഒരു പറുദീസയാണല്ലോ മഞ്ചേരി. പക്ഷേ അതിന്റെ ഒരു സൗകര്യം, അർജന്റീന ദേശീയ ടീമിലെ ലോക ചാമ്പ്യന്മാരാണ്, അവർക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യ വികസനമൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി കൊച്ചിയിലായിരിക്കും മത്സരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി സംസാരിച്ചു, ധാരണയിലെത്തി. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ധാരണയിലെത്തി എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി കായിക മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോക ചാമ്പ്യന്മാർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നു. അടുത്ത വർഷം മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നു, അതിനൊപ്പം തന്നെ ലയണൽ മെസ്സിയും വരുന്നു. ശാലിനി, അതുപോലെ തന്നെ ഇപ്പോൾ കമലേഷ് പറഞ്ഞതുപോലെ മഞ്ചേരി സ്റ്റേഡിയം, അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്തുകൊണ്ടായിരിക്കാം കൊച്ചി പരിഗണിക്കുന്നത്? കാരണം മലപ്പുറം നമുക്കറിയാം ഈ ഫുട്ബോളിന്റെ ഒരു ആരാധകരുടെ ഏറ്റവും വലിയൊരു പർദീസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മഞ്ചേരി ഒഴിവാക്കിക്കൊണ്ട് കൊച്ചി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ഈ സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണോ? അത് തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെസ്സിക്കും അർജന്റീനയ്ക്കും ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് അർജന്റീനയ്ക്കാണ്. കേരളത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ നമുക്കറിയാം ഖത്തർ ലോകകപ്പ് ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടത്. അർജന്റീന ചാമ്പ്യന്മാരായപ്പോൾ നമ്മൾ ജയിച്ച പോലെയാണ് മലയാളികൾ, കേരളം ഇന്ത്യ ജയിച്ച പോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഏറ്റവും അധികം ആരാധകർ മലപ്പുറത്താണ് ഉള്ളതെങ്കിൽ കൂടി മലപ്പുറത്ത് സൗകര്യത്തിന്റെ കുറവുണ്ട്. നമുക്കറിയാം അർജന്റീന ദേശീയ ടീമാണ് വരുന്നത്. ലോക ചാമ്പ്യന്മാർ മത്സരിക്കാൻ വരുന്ന സമയത്ത് അവിടെ
സ്റ്റേഡിയത്തിൽ പഴുതടച്ചുള്ള അടിസ്ഥാന സൗകര്യ എല്ലാം തന്നെ വേണം. അത് ഫിഫ ഉറപ്പാക്കും, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉറപ്പാക്കും. മെസ്സിയൊക്കെ കളിക്കണമെങ്കിൽ മെസ്സി രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന ടീമിന്റെയൊക്കെ അവരുടെയൊക്കെ പരിശോധന ഉണ്ടാകും. അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവർ നടത്തില്ല. അതുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും സൗകര്യമുള്ളത് കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയമാണ്. അതുകൊണ്ടാണ് അവിടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ശാലിനി.